എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള വർഷം 1202 ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങളുടെയും വഴിത്തിരിവുകളുടെയും ഒക്കെ ഒരു വർഷമാണെന്ന് പറയാം. കർക്കിടകക്കൂറിലെ അവസാന നക്ഷത്രമായ ആയില്യക്കാർക്ക് ഈ വർഷത്തെ ഗ്രഹസ്ഥിതിയൊക്കെ എങ്ങനെ അനുകൂലമാകും, എവിടെയൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. അത് ഈ വർഷത്തെ പ്രധാന ഗ്രഹമാറ്റങ്ങളൊക്കെ നോക്കാം. 2026 ഒക്ടോബർ 31 വരെ വ്യാഴം നിങ്ങളുടെ ജന്മരാശിയായ കർക്കിടകക്കൂറിൽ തന്നെയാണ്. തുടർന്ന് 2027 ജനുവരി 24 വരെ ചിങ്ങൻ രാശിയിലും രണ്ടാം ഭാവത്തിൽ, അതിനുശേഷം ജൂൺ 25 വരെ വീണ്ടും കർക്കിടകത്തിലും വരികയും തുടർന്ന് അത് ചിങ്ങത്തിലും സഞ്ചരിക്കുന്നു. ശനി 2027 ജൂൺ വരെ 9ാം ഭാവമായ മീനത്തിലും അതിനുശേഷം 10ാം ഭാവമായ മേടത്തിലും സഞ്ചരിക്കുന്നു. രാഹു കേതുക്കൾ 2026 ഡിസംബർ 5 രാഹു കുംഭത്തിൽ നിന്ന് മകരത്തിലേക്കും, അതായത് 7ാം ഭാവം, കേതു കർക്കിടകത്തിലേക്കും ജന്മരാശിയിലേക്കും പ്രവേശിക്കുന്ന സമയമാണ്. ഈ സങ്കീർണമായ ഗ്രഹസ്ഥിതി ആയില്യം നക്ഷത്രക്കാരുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് നമുക്ക് ഓരോ മേഖലയായി തിരിച്ച് വിശദമായി നോക്കാം. ആദ്യം തന്നെ തൊഴിൽ മേഖലയെ നോക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വർഷം മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. ഒക്ടോബർ 31 വരെ ജന്മഗുരു ആയതിനാൽ ജോലിയിൽ അല്പം സമ്മർദ്ദവും ഉത്തരവാദിത്വ കൂടുതലും ഒക്കെ അനുഭവപ്പെടാം. കഠിനാധ്വാനത്തിന് തക്കതായ ഒരു അംഗീകാരം ലഭിക്കാൻ അല്പം വൈകുന്നതായി തോന്നിയേക്കാം. എന്നാൽ ഒക്ടോബർ ഒടുവിൽ വ്യാഴം ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നതോടെ തൊഴിലിൽ വലിയ മാറ്റങ്ങളൊക്കെ ദൃശ്യമാകും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും ഒക്കെ യോഗമുണ്ട്. പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് 2026 നവംബർ ഡിസംബർ വരെ 2027 ജനുവരി മാസങ്ങളിലൊക്കെ മികച്ച അവസരങ്ങളൊക്കെ കൈവരുന്നതാണ്. വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയം തന്നെയാണ്. 2027 ജൂണിന് ശേഷം ശനി 10ാം ഭാവത്തിലേക്ക് മാറും. അതോടെ ജോലിയിൽ കൂടുതൽ അച്ചടക്കവും കഠിനാധ്വാനവും ഒക്കെ ആവശ്യമായി വരുന്ന സമയമാണ്. സഹപ്രവർത്തകരുമൊക്കെ ആയിട്ട് തർക്കങ്ങളിലൊക്കെ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ കഴിവൊക്കെ തെളിയിക്കാൻ മികച്ച അവസരങ്ങൾ ഈ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ബിസിനസ് എങ്ങനെ പോകും എന്ന് നോക്കാം. വ്യാപാര വ്യവസായ മേഖലകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. വർഷത്തിൻ്റെ തുടക്കത്തിൽ വലിയ നിക്ഷേപങ്ങളൊക്കെ ഇറക്കുന്നത് ഒഴിവാക്കുക. നിലവിൽ ഇപ്പോഴുള്ള ബിസിനസ് സുഗമമായിട്ടൊക്കെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഡിസംബർ 5 രാഹു 7ാം ഭാവത്തിലേക്കൊക്കെ മാറുന്നതിനാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ പങ്കാളിയുമായിട്ട് ഒരു സുതാര്യതയൊക്കെ നിലനിർത്തണം. അന്ധമായ വിശ്വാസം സാമ്പത്തിക നഷ്ടത്തിനൊക്കെ ചിലപ്പോൾ കാരണമായേക്കാം. എന്നാൽ വ്യാഴം 2ാം ഭാവത്തിൽ നിൽക്കുന്ന മാസങ്ങളിൽ നവംബർ മുതൽ ജനുവരി വരെ ബിസിനസ്സിൽ നിന്ന് മികച്ച ലാഭമൊക്കെ പ്രതീക്ഷിക്കാം. പുതിയ ആശയങ്ങളൊക്കെ നടപ്പിലാക്കാൻ ഈ സമയം ഉപയോഗിക്കാവുന്നതാണ്. കയറ്റുമതി ഇറക്കുമതി ബിസിനസ്, അതുപോലെ കൺസൾട്ടൻസി, ഭക്ഷ്യവസ്തുക്കളുടെ ബിസിനസ് ഇതൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. ഇനി സാമ്പത്തികം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 1202 ആണ്ട് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നിലയിൽ ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ അനാവശ്യ ചിലവുകളൊക്കെ വന്നു ചേരാം. കുടുംബാംഗങ്ങളുടെ ആവശ്യത്തിനായോ പഴയ കടങ്ങളൊക്കെ വീട്ടാനോ പണമൊക്കെ ചിലവഴിക്കേണ്ടതായി വരാം. എന്നാൽ വ്യാഴം ചിങ്ങൻ രാശിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകും. തടസ്സപ്പെട്ടൊക്കെ കിടന്നിരുന്ന പണം തിരികെ ലഭിക്കുകയും ചെയ്യും. ഭൂമി, വീട് എന്നിവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ സാഹചര്യങ്ങൾ തീർച്ചയായും ഉണ്ടാകുന്നതാണ്. എങ്കിലും ഡിസംബറിനൊക്കെ ശേഷം ജന്മരാശിയിലെ കേതു വരുന്നതിനാൽ ആഡംബരങ്ങൾക്കായി പണം കടം വാങ്ങുന്നത് പൂർണ്ണമായി ഒഴിവാക്കണം. ചിട്ടയായ ഒരു സമ്പാദ്യശീലം നിങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുന്നതും ആയിരിക്കും. ഇനി കുടുംബജീവിതത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വർഷം ക്ഷമയും വിട്ടുവീഴ്ചയും അത്യാവശ്യമാണ്. ഡിസംബർ മാസത്തിലെ രാഹു കേതുക്കളുടെ മാറ്റം ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ കാരണമായേക്കാം. പങ്കാളിയുടെ വാക്കുകളെയും അതുപോലെ പങ്കാളിയുടെ വികാരങ്ങളെയും ഒക്കെ മാനിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
ചെറിയ തർക്കങ്ങൾ വലിയ പിണക്കങ്ങളിലേക്ക് പോകാതെയും സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടിയൊക്കെ ഉള്ളതിനാൽ കുടുംബത്തിലെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് വർഷത്തിൻ്റെ മധ്യത്തോടെ അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താനാകും. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. മുതിർന്ന കുടുംബാംഗങ്ങളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധുക്കളുമായുള്ള തർക്കങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്നത് മനസ്സിന് സമാധാനമൊക്കെ നൽകുന്നതുമായിരിക്കും. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ വർഷം ഒരു കഠിനാധ്വാനത്തിൻ്റെ വർഷമാണെന്ന് വേണമെങ്കിൽ പറയാം. ജന്മരാശിയിലെ വ്യാഴവും പിന്നീട് വരുന്ന കേതുവും പഠനത്തിൽ അല്പം ശ്രദ്ധക്കുറവോ മടിയോ ഒക്കെ ഉണ്ടാക്കിയേക്കാം. എങ്കിലും 9-ലെ ശനി നിങ്ങൾക്ക് ഒരു ദൃഢനിശ്ചയം നൽകുന്നതാണ്. ഉപരിപഠനത്തിനൊക്കെ തയ്യാറെടുക്കുന്നവർക്കും മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്കും വർഷത്തിൻ്റെ രണ്ടാം പകുതി, പ്രത്യേകിച്ച് 2026 നവംബറിന് ശേഷമുള്ള സമയം വളരെ അനുകൂലമാണ്. വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പരിശ്രമങ്ങളൊക്കെ വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നതാണ്. അധ്യാപകരുടെയും മാതാപിതാക്കളുടെയൊക്കെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഉയർന്ന വിജയം നേടാൻ സഹായിക്കും. ഇനി ആയില്യം നക്ഷത്രക്കാരുടെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യകാര്യത്തിൽ ആയില്യം നക്ഷത്രക്കാരെ ഈ വർഷം ഒട്ടും അശ്രദ്ധ കാണിക്കരുത്. ജന്മരാശിയിലാണ് വ്യാഴം. ഡിസംബറിന് ശേഷം കേതുവും സഞ്ചരിക്കുന്നു. ഉദര സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ ദഹനക്കുറവ്, അലർജി എന്നിവയ്ക്കും സാധ്യതയുണ്ട്. മാനസികമായ സമ്മർദ്ദം ഉറക്കക്കുറവിനൊക്കെ കാരണമായേക്കാം. കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കാനും ആവശ്യത്തിന് വിശ്രമിക്കാനുമൊക്കെ ശ്രദ്ധിക്കുക. യാത്രകളിലൊക്കെ അതീവ ശ്രദ്ധ പുലർത്തണം. യോഗയോ ധ്യാനമോ ഒക്കെ ശീലിക്കുന്നത് മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിലനിർത്താൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഗ്രഹനിലയൊക്കെ അനുകൂലമല്ലാത്ത സമയങ്ങളിൽ ശരിയായ ഈശ്വരാധീനതയിലൂടെയും പരിഹാരങ്ങളിലൂടെയൊക്കെ ദോഷത്തിന് തീവ്രത കുറയ്ക്കാൻ സാധിക്കും. ആയില്യം നക്ഷത്രക്കാർ ഈ വർഷം ചെയ്യേണ്ട പ്രധാന പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആയില്യം നക്ഷത്രത്തിൻ്റെ അധിപൻ നാഗങ്ങളാണ്. അതിനാൽ എല്ലാ മാസവും ആയില്യം നക്ഷത്ര ദിവസം സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. അതുപോലെ ജന്മരാശിയിലെ ദോഷങ്ങൾ അകലാൻ തിങ്കളാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ ശിവക്ഷേത്രത്തിൽ ധാര, കൂവളമാല എന്നിവ സമർപ്പിക്കുന്നത് വളരെയധികം അനുകൂലമാണ്. രാഹുദോഷ പരിഹാരത്തിനായി ദുർഗാദേവിക്ക് അർച്ചന നടത്തുകയും കേതുദോഷ ശാന്തിക്കായിട്ട് ഗണപതി ഹോമം ഒക്കെ നടത്തുകയും ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. അതുപോലെ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം കത്തിക്കുക. അത് ശനിദോഷം അകറ്റുന്നതിന് സഹായിക്കും. ഈശ്വരവിശ്വാസത്തോടെയൊക്കെ മുന്നോട്ട് പോയാൽ 1202 ആണ്ട് ആയില്യം നക്ഷത്രക്കാർക്ക് വലിയ വിജയങ്ങളൊക്കെ സമ്മാനിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.